ക്രിസ്മസ് എന്ന് പറയുമ്പോൾ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് പാതിരാ കുർബാനയും അതിൻ്റെ ചുറ്റും അനുബന്ധിച്ചുള്ള ചടങ്ങുകളൊക്കെയാണ്. ഇവിടെ ഈ പാതിരാ കുർബാന എന്നൊക്കെ പറയുന്ന മലയാളം പള്ളി ഒത്തിരി ദൂരെ ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെയുള്ള ഒരു ലാറ്റിൻ പള്ളിയിലാണ് പോയത്. അവിടെയാണെങ്കിൽ ഭയങ്കര ഭംഗിയായിട്ടാണ് ഡെക്കറേഷൻസൊക്കെ. ക്രിസ്മസ് ട്രീ ഒക്കെ കാണുമ്പോൾ നമ്മൾ നോക്കി നിന്നു പോവും. അതുപോലെ തന്നെ പുൽക്കൂടും ഔസേപ്പിതാവും മാതാവും എല്ലാവരും നമ്മുടെ നാട്ടിലെ പുൽക്കൂടൊക്കെ കുറച്ചും കൂടെ വിപുലീകരിച്ച് നല്ല ഭംഗിയിൽ നമ്മുടെ അവിടുത്തെ KCYM പിള്ളേരും യൂത്തും എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഉത്സാഹവും ഒക്കെയല്ലേ. അതൊക്കെ ഓർത്തു പോയി കേട്ടോ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ. എന്നാലും എന്നാലും അതൊരു ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. തിരിച്ച് വന്നു കഴിഞ്ഞ് നമ്മുടെ മീൻകുട്ടന് കുറച്ച് തീറ്റയൊക്കെ ഇട്ടുകൊടുത്ത് പിറ്റേന്ന് രാവിലത്തെ കാഴ്ചകളാണ് കേട്ടോ ഇത്. ഇന്നിവിടെ ഫ്രണ്ട്സും കുറച്ച് ഫാമിലീസും വന്ന് ചെറിയൊരു ഗെറ്റ് ടുഗദർ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോന്നൊക്കെ ഞങ്ങൾ തയ്യാറാക്കി വെച്ചേക്കുക. സ്റ്റാർട്ടറായിട്ട് എഗ്ഗിൻ്റെ പല രീതിയിലുള്ള റെസിപ്പീസും പിന്നെ കേക്കും. ക്ലൈമറ്റൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഭയങ്കര ഒരു റെയിൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് അതിന് മാത്രം റെയിനൊന്നും ഇല്ലായിരുന്നു. ആ കാണുന്നത് എൻ്റെ അണ്ണാൻകൂടാണ് കേട്ടോ. അതിലിടയ്ക്ക് ഓരോ അണ്ണാനൊക്കെ വരും. ഓരോന്നൊന്നുമല്ല, 4-5 പേരുണ്ട്. അവരിങ്ങനെ മാറി മാറി വന്ന് ഓരോ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ടുള്ളത് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ചിക്കൻ ബിരിയാണിക്കുള്ള വെള്ളമാണ് തിളച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നല്ല അടിപൊളി ബീഫ് കറിയുണ്ട്. പിന്നെ പല വിധത്തിലുള്ള പാനീയങ്ങളുണ്ട്. ഏത് വേണം നമുക്ക് സെലക്ട് ചെയ്ത് കഴിക്കാം. ഇവിടെ ആരും ഒന്നിനും ഒരു പരാതിയും പറയല. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. മൊത്തത്തിൽ ഞങ്ങളെല്ലാവരും കൂടെ അടിച്ച് പൊളിച്ചു. കുക്കിങ്ങിൻ്റെ തിരക്കിലായിരുന്നു എല്ലാവരും. ഓരോ റെസിപ്പീസ് നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് കുക്ക് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. വീട്ടിലൊറ്റയ്ക്ക് നമ്മൾ കുക്ക് ചെയ്യണ്ടല്ലോ. നല്ലൊരു വൈബായിരുന്നു. ഞങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് നല്ല ഒന്നിച്ച് നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ക്ഷീണമായിപ്പോയി. എങ്കിലും ഭയങ്കര രസമായിരുന്നു. ഇതാട്ടോ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു കുഞ്ഞു വാവ. പിന്നെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഒരു മൂവിയൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് ഭയങ്കര രസമായിരുന്നു.